ദിവ്യപ്രകാശത്താൽ മഞ്ഞുമൂടിയ കൊടുമുടികൾ തിളങ്ങുന്ന കൈലാസപർവ്വതത്തിന്റെ സ്വർഗീയ വാസസ്ഥലത്ത് ശിവനും പാർവതിയും താമസിച്ചിരുന്നു. അവരുടെ സ്നേഹം പ്രപഞ്ചം പോലെ തന്നെ വിശാലമായിരുന്നു. എന്നിട്ടും പാർവതി കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിച്ചു. ഒരു കുട്ടി, അവൾക്ക് പരിപാലിക്കാനും സ്വന്തമായി വിളിക്കാനും കഴിയുന്ന ഒരു മകൻ. ഒരു ദിവസം ശിവൻ ധ്യാനത്തിലായിരുന്നപ്പോൾ പാർവതി കുളിക്കാൻ തീരുമാനിച്ചു. സ്വകാര്യത ആഗ്രഹിച്ച അവൾക്ക് അറകളുടെ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോഴാണ് അവളുടെ ദിവ്യമനസ്സിൽ ഒരാശയം പൂവണിഞ്ഞത്. വളരെ ശ്രദ്ധയോടെ പാർവതി ചന്ദനക്കുടം ശേഖരിച്ച് തന്റെ സൂക്ഷ്മമായ കൈകൾ കൊണ്ട് അതിലൊന്ന് രൂപപ്പെടുത്താൻ തുടങ്ങി. ശക്തനും തിളക്കമുള്ളവനും ജീവൻ നിറഞ്ഞ കണ്ണുകളുമുള്ള ഒരു സുന്ദരനായ ആൺകുട്ടിയെ അവൾ രൂപപ്പെടുത്തി. ഒരു ദീർഘനിശ്വാസമെടുത്ത് അവൾ അവന്റെ ഉള്ളിൽ ഒരു ദിവ്യശക്തി നിറച്ചു. ആൺകുട്ടിയുടെ നെഞ്ചുയർന്നു, അവന്റെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ ജീവൻ പ്രാപിച്ചു. പാർവതി അവന്റെ മുഖത്ത് സ്പർശിച്ചുകൊണ്ട് ഊഷ്മളമായി പുഞ്ചിരിച്ചു. എന്റെ കുഞ്ഞെ, നീ എന്റെ മകനാണ്, എന്റെ സപ്പയിൽ നിന്ന് ജനിച്ചവനാണ്. ഇനി മുതൽ നീ എന്റെ വീടിനെ കാക്കണം. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തരുത്.